ഒരാളെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന കയറാണ്. അത് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഒരാളെ തൂക്കിക്കൊല്ലുന്നതിന്റെ ഒരു ഡെമോയാണ്. അതൊരു VR-ലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജയിലിലെ പ്രതികൾ ചെയ്തിരിക്കുന്നതാണ്. പുതപ്പും സോപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ജയിലിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം വനിതാ തടവുകാർ ചെയ്യുന്നതാണ്. നൈറ്റിയും ചുരിദാറും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് അകത്ത് നല്ല ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും കർണാടകയുടെയും അങ്ങനെ പല പല സ്റ്റേറ്റുകളുടെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ വേദി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയും ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്തെ ആശ്രമ മൈതാനത്താണ്. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ 4ാമത് വാർഷികം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സത്യമായിട്ട് പറയുകയാണ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയുള്ളൂ. എനിക്ക് താല്പര്യമുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇഷ്ടമാണ്, പിന്നെ യാത്രകൾ ഇഷ്ടമാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ഒരു സംവാദത്തിൽ ഞാൻ പങ്കെടുക്കാറുള്ളൂ. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെന്ന് കയറാറില്ല. അഥവാ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഒഴിഞ്ഞു മാറാറേ ഉള്ളൂ. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ വന്നത് നമ്മുടെ നാട്ടിൽ അതും ഫ്രീ ആയിട്ടൊരു എക്സിബിഷനും പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്കൊന്ന് കയറി കറങ്ങിയിട്ട് വരാം. പരിപാടി നാളെയും കൂടെ ഉള്ളൂ കേട്ടോ. നാളെ കഴിയുവാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനൊന്നും സാധിക്കില്ല. കാര്യം ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നാളെ ആയിരിക്കാം. അപ്പോൾ നാളെ ഇവിടെ പരിപാടി കഴിയുമല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴെന്തായാലും നമുക്ക് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിനുള്ളിലേക്ക് കയറാം. ഇതെവിടെയായിട്ട് മുടി കുളവാക്കുന്ന സാധനമൊക്കെ ഇരിപ്പുണ്ട്. അകത്തേക്ക് കയറുമ്പോഴേ ഫുൾ AC ആണ്. അതുകൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നുമില്ല. സെൽഫി പോയിന്റ് ആണ് കേട്ടോ. ഇത് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു സെൽഫി സ്റ്റിക്ക് കറങ്ങും. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു ഓലക്കുടൽ ചെയ്തിട്ടുണ്ട്. ഓലക്കുടലും ഒരു കൃഷിപ്പാടവും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ? ഒറിജിനൽ നെല്ലാണല്ലോ. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഒറിജിനൽ നെല്ല് തന്നെയാണ്. അവിടെ ആയിട്ടൊരു പാലം എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്കേ, അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, പൂക്കളും ആർച്ച് പോലെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സംഗതി നോക്കേ, സിനിമയിലെ പാട്ട് സീനിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഇടക്കാല സിനിമകളിലെ പാട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും കാണുന്നില്ല. ചവിട്ടി ചവിട്ടി വെള്ളം തെറിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു സംഗതിയാണിത്. ഇതാ കണ്ടില്ലേ, റോബോട്ടിനെ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം? ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇപ്പം 1 തൊട്ട് 12ാം ക്ലാസ് വരെ കുട്ടികളുടെ അവരുടെ സിലബസ് ഇതിനകത്ത് ഫീഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയും. ഇംഗ്ലീഷിലെ തിയറീസും മാത്സും അങ്ങനെ ഗ്രാമേഴ്സൊക്കെ ചോദിക്കണം. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയും. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ ഉത്തരം പറയും. അപ്പോൾ ഞാൻ തന്നെ ഇപ്പം ജസ്റ്റ് ഒരു ലോ ചോദിക്കാം. വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? ഇവിടെ അല്ലേ സ്പീക്കർ ഇതല്ലേ? Newton's third law of motion states that for every action, there is an equal and opposite reaction. This means that if one object pushes or pulls another, the second object pushes or pulls back with the same strength. അത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് ടീച്ചറാണ് തൗഫീഖ്. ഗെയിമിംഗ് ആക്ടിവിറ്റികളെല്ലാം ഉണ്ട്. എവിടെയായിട്ട് കണ്ടില്ലേ, TV-യിൽ ക്രിക്കറ്റാണ്. അവിടെ ഒരു കുട്ടി അത് പ്ലേ ചെയ്യുവാണ്. അങ്ങനെ ഞാൻ ക്രിക്കറ്റ് എല്ലാം കളിച്ചിട്ട് വന്നു. ഒറിജിനൽ ക്രിക്കറ്റ് കളിക്കാൻ ഇത്ര പാടില്ല കേട്ടോ. ഇതെവിടെയായിട്ട് നോക്കേ, ഫയർഫോഴ്സിൻ്റെ കുറച്ച് സംവിധാനങ്ങളെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. കിണറ്റിൽ വീണ പശുവും അതിനെയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലത്തെ പരിപാടിയൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു രക്ഷാപ്രവർത്തനം. അത് കൊള്ളാം അല്ലേ? ഇതെവിടെയായിട്ട് പലതരം സംവിധാനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. കടലിലും കായലിലും എല്ലാം ചാടുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വേഷം തീക്കുള്ളിലൂടെ ഇട്ടിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേഷമാണ്. ഈ വേഷം ഇട്ടിട്ട് ഒരുപാട് നേരം തീക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യണമെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോഴേ അറിഞ്ഞത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോയിട്ട് വരിക, അതിന് വേണ്ടിയിട്ടുള്ള വേഷമാണിത്. പലതരം കെട്ടുകൾ, ഓരോ ടൈപ്പ് കെട്ടുകളാണ്. ഓരോ റെസ്ക്യൂ ഓപ്പറേഷനും ഓരോ തരം കെട്ടുകൾ. എന്തായാലും ഓരോരോ കെട്ടുകൾക്കും ഓരോരോ പേരുകളും ഉണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ? ഈ കെട്ടൊക്കെ നോക്കേ, എന്ത് കെട്ടായത്? ഇതെവിടെയായിട്ട് തീ അണയ്ക്കുന്ന ഫയർ എക്സ്റ്റിങ്വിഷറൊക്കെ വെച്ചിട്ടുണ്ട്.
ഈ കാണുന്നത് ഫയർ ബോൾ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഇതേ സെയിം രാസവസ്തു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ തീ പിടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എടുത്ത് എറിഞ്ഞാൽ മാത്രം മതി, ഇതവിടെ പോയി ബ്ലാസ്റ്റ് ആയിട്ട് തീ അണച്ചോളും. അതാണ് പരിപാടി. ഇത് ആമസോണിലെല്ലാം വാങ്ങാൻ കിട്ടുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴേ അറിഞ്ഞത്. 500 രൂപ ആ ഒരു വിലയൊക്കെ ഉള്ളൂ. ഈ കാണുന്നില്ലേ, ഈ കാണുന്ന രക്ഷാപ്രവർത്തനം റോപ്പിലൂടെ ഉള്ളതാണ്. ഇതാ കണ്ടില്ലേ, വയനാട് ചൂരൽമലയിൽ ഈ ഒരു സംവിധാനത്തിലൂടെയാണ് 400-ലധികം പേരെ രക്ഷിച്ചതെന്നാണ് അറിഞ്ഞത്. ആ ഒരു സംവിധാനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ ഈ ഒരു റോപ്പ് വഴിയുള്ള ഓപ്പറേഷൻ ഒന്ന് മൂവ് ചെയ്ത് കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോഴും അങ്ങോട്ടേക്ക് ചലിക്കുവാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അക്കരയിലേക്കും ഇക്കരയിലേക്കെല്ലാം വരാൻ സാധിക്കും. ഒരു നദിയുടെ അക്കരയിലേക്കും ഇക്കരയിലേക്കും അല്ലാതെ മുകളിലൂടെ ഈ റോപ്പിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കേബിൾ കാർ പ്രവർത്തിക്കുന്നത് പോലെ ഇത് പ്രവർത്തിക്കും. എന്തായാലും കൊള്ളാലേ ആ ഒരു സംവിധാനം. 400-ലധികം പേരെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ചില്ലറ കാര്യമല്ല. അങ്ങനെ നമ്മൾ ഫയർഫോഴ്സിൻ്റെ സേവനങ്ങളെല്ലാം കണ്ടിട്ട് വരുമ്പോഴത്തെ ഇവിടെയായിട്ട് കൃഷി വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ്. സ്റ്റാളെന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗമാണ്. ഇതേപോലെ പല പല സ്ഥാപനങ്ങളുടെയും ഓരോരോ ഭാഗങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കെല്ലാം പോകാം. പരിശുദ്ധമായ വെളിച്ചെണ്ണ 350 രൂപയാണ് MRP, പക്ഷേ 318 രൂപയാണ് ഇവിടുത്തെ വില. അങ്ങനത്തെ പലതരം എണ്ണകളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്നില്ലേ, ഇത് നറുതണ്ടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ സംഗതിയാണ്. ചെറിയ കൂൾ ഡ്രിങ്ക്സും അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സ്കോഷ് പോലെ 160 രൂപ. നാടൻ അവൽ, മുൻപൊക്കെ ഓരോ തമിഴ് അമ്മമാര് വീട്ടിലൊക്കെ കൊണ്ടുവരുമായിരുന്നു അവൽ. ഇവിടെ നിന്ന് വാങ്ങിയാൽ ഓഫറുണ്ട് കേട്ടോ, 49 രൂപയേ ഉള്ളൂ. MRP 50 രൂപയാണ്. പുട്ടുപൊടി എത്രയാ? 99 രൂപയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൃഷി വകുപ്പിൽ നിന്നും കസബ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുവാണ്. വൈക്കം മുഹമ്മദ് ബഷീർ 1942 കൊല്ലം കസബ പോലീസ് സ്റ്റേഷനിൽ കിടന്നതിൻ്റെ AI ദൃശ്യാവിഷ്കാരം. ലോക്കപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അകത്തായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട പലതരം കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വാക്കി ടോക്കിയും മോട്ടോറോള എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വാക്കി ടോക്കിയുടെ. കണ്ടില്ലേ, ഇവിടെയായിട്ട് പോലീസ് യൂണിഫോം അന്ന് മുതൽ ഇന്ന് വരെ തിരുവിതാംകൂർ കാലഘട്ടം മുതലുള്ള യൂണിഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ യൂണിഫോമുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നോക്കി, ഇത് കൊള്ളാലോ. പഴയകാല സിനിമകളിൽ കാണിക്കുന്ന ഓരോരോ വേഷങ്ങളും അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോലീസിന്റെ ഓരോരോ പോസ്റ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. അതായത് താഴ്ന്ന തസ്തിക മുതൽ ഉയർന്ന തസ്തികയിലേക്കാണ് ഓർഡർ ആക്കി വെച്ചിരിക്കുന്നത്. സിവിൽ പോലീസ്, CPOയുടെ തൊപ്പിയാണ് ഈ കാണുന്നത്. അതേപോലെ ഓരോരോ റാങ്ക് മുകളിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ്. ASI, SI. നമ്മൾ സാധാരണ സിനിമകളിലെല്ലാം ധാരാളം കാണുന്നൊരു പോലീസ് വേഷമാണ് SIയുടെ ആ ഒരു തൊപ്പിയും സ്റ്റാറും എല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. IP, ഈ IP എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതായത് CAയുടെ പുതിയ പേരാണ്. ഇതാ കണ്ടില്ലേ, KPSന്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് DYSP ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കെല്ലാം IPS ആണ്, IPS സർവീസുകളാണ്. SP-യും DIGയും IG-യും DGPയും എല്ലാം IPSൽ വരുന്നതാണ്. ഈ കാണുന്നത് ഇത്രയും IPSന്റെ ഭാഗമാണ്. അങ്ങനെ ഓരോരോ വേഷങ്ങളും ഓരോരോ തൊപ്പികളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഓരോ തരം തോക്കുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. സാധാരണ നമ്മൾ സിനിമകളിലല്ലേ ഇതെല്ലാം കാണുന്നത്. അതെല്ലാം നേരിട്ട് കണ്ടപ്പോൾ ഒരു പ്രത്യേക അനുഭവം. AK-47 ഉൾപ്പെടുന്ന പലതരം തോക്കുകളൊക്കെയാണ്. കണ്ടില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കി. 18-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ അത്രയും പഴക്കമുള്ള പീരങ്കിയാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ തോക്കുകൾ, നമ്മൾ പഴയ സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ള തോക്കാണ്. കുഞ്ഞു തോക്ക്, ഈ ടൈപ്പ് തോക്ക്, ചെറിയ തോക്ക്, കൊച്ചു തോക്ക്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. ഏതാ? ക്ലോക്ക് പിസ്റ്റൽ അല്ലേ? ഓ, ക്ലോക്ക് പിസ്റ്റൽ. നല്ല റേഞ്ചുള്ള തോക്കാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിത ആയുധമാണ്. അതേപോലെ പലതരം തോക്കുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്. പിസ്റ്റൾ ഓട്ടോ 9mm. ചെറിയ ചെറിയ ബുള്ളറ്റും ഉണ്ട്, വലുതും ഉണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. ആ കാണുന്നത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന തോക്കാണ്. സ്വാതന്ത്ര്യ സമരം ആ ഒരു സമയത്തെല്ലാം ഉപയോഗിച്ചിരുന്ന തോക്കാണ് ആ കാണുന്നത്.
അങ്ങനെ നമ്മൾ നടന്ന് ജില്ലാ ജയിലിനടുത്ത് എത്തിയിരിക്കുവാണ്. കൊല്ലം ജില്ലാ ജയിൽ. ശരിക്കും ഒരു ജയിലിന്റെ വാതിൽ പോലൊക്കെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ആൾക്കാരെല്ലാം തല കുനിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. സന്ദർശന സമയം രാവിലെ 11 മണി മുതൽ 1 മണി വരെ, വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ. പൊതു അവധി ദിവസം സന്ദർശനം അനുവദിക്കുന്നതല്ല. ലെറ്റർ ബോക്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരു ജയിലിന്റെ മതിലിൽ എങ്ങനെയൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അതെല്ലാം ഇവിടെ പുറത്തായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും അത് കൊള്ളാല്ലേ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് രജിസ്റ്ററും ഇന്നും ഔട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടോർച്ച് ലൈറ്റും ഇതൊക്കെ നോക്കേ. ഈ കണ്ടില്ലേ ഇന്റർവ്യൂ റൂം, അതായത് ഗ്ലാസ് ഇട്ടിരിക്കും, അകത്തിരുന്നിട്ട് ഈ ഫോൺ വഴി സംസാരിക്കും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അതായത് നേരിട്ട് കാണാൻ മാത്രം സാധിക്കും, കേൾക്കണമെങ്കിൽ ഈ ഒരു ഫോണിലൂടെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതാ കണ്ടില്ലേ വിലങ്ങുകളെല്ലാം വെച്ചിരിക്കുന്നത്, പുതിയ വിലങ്ങുണ്ട്, പഴയതുണ്ട്, ലാത്തി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് സെൽ. ഒരു സെല്ലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അകത്ത് കുട്ടികളൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ സെല്ലിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ജയിൽ പുള്ളിക്ക് കൊടുക്കുന്ന വേഷങ്ങളും പായും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ലോക്കപ്പിനുള്ളിലും ടോയ്ലറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഈ കാണുന്നതാണ് ടോയ്ലറ്റ്. എല്ലാ ലോക്കപ്പിലും CCTV ക്യാമറ കാണും. ഈ സംവിധാനം എല്ലാം ഉണ്ടല്ലേ. എവിടെയായിട്ട് പാത്രവും ഗ്ലാസും വെള്ളത്തിന് വേണ്ടിയിട്ട് മൊന്തയും. ഇപ്പോൾ ഈ കാണുന്ന വേഷങ്ങൾ ഫ്രീ സൈസാണ് കൂടുതലും, എല്ലാം ഒരേ സൈസ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ സൈസിനനുസരിച്ച് മാറ്റി മേടിക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് ക്യാരം ബോർഡും വിനോദത്തിന് വേണ്ടിയിട്ട് ക്യാരം ബോർഡെല്ലാം ഉണ്ട്. പക്ഷേ ഇത് എല്ലാ സെല്ലിലും ഒന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. അത് വലിയ സെല്ലുകൾ കാണും, 50 പേരൊക്കെ കിടക്കുന്ന സെല്ലുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോഴും അത്രയും വലിയ സെല്ലിലൊക്കെയാണ് ഇതേപോലെ ക്യാരം ബോർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഫുൾ ടൈം ലൈറ്റ് ഓൺ ആയിരിക്കും. രാത്രി ആകുമ്പോഴേ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. ഇത് ഇവിടെ ആയിട്ട് ഈ കാണുന്നത് വീഡിയോ കോടതിയാണ്. അതായത് വീഡിയോ കോൺഫറൻസിലൂടെ കേസ് തീർപ്പാക്കുന്ന ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ ഫൈനൽ ജഡ്ജ്മെന്റ് ഒന്നും അല്ല. അതായത് പ്രതിയെ കോടതിയിൽ കൊണ്ടുപോകാതെ സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ കേസ് നടപ്പാക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും ഈ ഒരു സംവിധാനം കൊള്ളാം അല്ലേ. നമ്മൾ ബസ്സിലും ട്രെയിനിലും എല്ലാം പോകുമ്പോഴേ കണ്ടിട്ടില്ലേ 2 പോലീസുകാർ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത്. അപ്പോഴതുപോലുള്ള ചെലവുകളെല്ലാം ഇതുപോലുള്ള വീഡിയോ കോടതിയിലൂടെ കുറയും. അതാണ് ലക്ഷ്യം. അത് യഥാർത്ഥത്തിൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന കയറാണ്. അത് കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിന്റെ വ്യാസം എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് തൂക്കിക്കൊന്നത് 1991 ജൂലൈ 6-ാം തീയതി റിപ്പർ ചന്ദ്രൻ എന്ന പ്രതിയാണ്. അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഇവിടെയായിട്ട് ഒരാളെ തൂക്കിക്കൊല്ലുന്നത് പോലെയുള്ളൊരു വിർച്വൽ റിയാലിറ്റിയാണ്. ഈ ഒരു സംവിധാനം തലയിൽ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിലൂടെ കാണുന്നത് ശരിക്കും നമ്മളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ആ ഒരു ഫീൽ കിട്ടും. ഒരാളെ തൂക്കിക്കൊല്ലുന്നതിന്റെ ഒരു ഡെമോയാണ്. അതൊരു VR-ലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ VR-ലൂടെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാളെ തൂക്കിക്കൊല്ലാനായി പോകുമ്പോൾ ഉള്ള ഓഫീസർമാര്, ഡോക്ടറെ എല്ലാം അതിലൂടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനകത്ത്. അങ്ങനെ നമ്മൾ തൂക്കിക്കൊല്ലുന്ന ഡെമോ എല്ലാം കണ്ടിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് എവിടെയായിട്ട് കൊതുകുകളെ നശിപ്പിക്കുന്ന ഗപ്പി മീനുകളുടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പലതരം കൊതുകുകൾ. ഈ കാണുന്നത് കൂത്താടികളാണ്. ഓരോ തരം വ്യത്യസ്ത ഇനം കൊതുകുകളാണ്. ഈ നമ്മുടെ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ, അതായത് എന്താ പറയുന്നത്, അങ്ങനത്തെ സാഹചര്യങ്ങളുള്ള വെള്ളം ഉണ്ടെങ്കിലും പരമാവധി ചരിച്ച് കളയുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ, അതായത് കിണറുകളിൽ ഗപ്പി ഇട്ട് കഴിഞ്ഞാൽ കൊതുകുകൾ മുട്ടയിടില്ല. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗെയിം സോൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാഡ്മിൻ്റൺ എല്ലാം കളിക്കാം. അത് കൊള്ളാമല്ലോ. ഇവിടെ ഒരു തിയേറ്ററും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 500 മറക്കണമെന്ന്. അടിപൊളി ക്യാരക്ടർ അല്ലേ. ഈ കാണുന്നത് മണ്ണിൻ്റെയും കല്ലിൻ്റെയും ഒരു സെക്ഷനാണ്. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ കാണുന്ന കല്ലുകളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചവറ ടൈറ്റാനിയത്തിൽ മിനറൽ സെപ്പറേറ്റ് ചെയ്യുമല്ലോ, കരിമണൽ ഖനനം. അപ്പോഴത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ കണ്ടില്ലേ, കരിമണൽ. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ LED-യിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് ചൈന ക്ലേ ആണ്. ചൈന ക്ലേയുടെ പൊടിയാണ് ദൈ വെച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ പ്ലേറ്റൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലേ ആണ്. നമ്മുടെ കൊല്ലത്ത് കുണ്ടറയിലെല്ലാം ഇതിന്റെ നിക്ഷേപം ഉണ്ടെന്നാണ് അറിയുന്നത്. കുണ്ടറ സിറാമിക്സ് കേട്ടിട്ടില്ലേ, അതാണ് സംഭവം. ഇത് കൊള്ളാലോ. KSRTC ബസ്, അതിനുള്ളിലായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അന്നേരം കൊള്ളാലേ. കൊച്ചു പിള്ളേരെല്ലാം അത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കോഴിമുട്ട വിരിയിക്കുന്ന സംവിധാനമാണ്, കണ്ടില്ലേ, ബൾബൊക്കെ ഇട്ടിട്ട്. അത് കൊള്ളാലോ.
21 ദിവസമാകുമ്പോൾ വിരിയും. ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ. 21 ദിവസമാണ് കോഴിമുട്ട വിരിയാൻ ആവശ്യമായ സമയം. 2 മുട്ടകൾ വെച്ചിട്ടുണ്ട്, 3 വെച്ചിട്ടുണ്ട്. കേരള വനം വന്യജീവി വകുപ്പ് ഇതെവിടെയായിട്ട് നോക്കി പ്രൊട്ടക്ഷൻ ഷീൽഡൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. പോലീസുകാരും ഫയർഫോഴ്സുകാരും പട്ടാളക്കാരെല്ലാം ഇതേപോലെ ഓരോ പ്രൊട്ടക്ഷൻ ഷീൽഡുകളെല്ലാം ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേവരെ ഫോറസ്റ്റുകാരങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഇതാ കണ്ടോ, ഇതാണ് ഫോറസ്റ്റിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ്. കടുവയും പുലിയും കരടിയെല്ലാം അറ്റാക്ക് ചെയ്യാൻ വരുമല്ലോ, അപ്പോഴവർക്കും ഇത് അത്യാവശ്യമാണ്. പാമ്പിനെ എല്ലാം പിടിക്കുന്ന ആ ഒരു സംവിധാനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് പാമ്പിനെ പിടിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പല യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വലിയ അടിച്ചിൽ, ട്രാപ്പ് കേജ്, ചെറിയ വെരുക്, പന്നി, അങ്ങനത്തെ ജീവികളെല്ലാം പിടിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ കാണുന്നത് കുടുംബശ്രീ പ്രദർശന വിപണന മേള. കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെയാണ്. മുണ്ടും ഷർട്ട് പീസുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് ഷർട്ട് പീസല്ലേ? ഇതൊക്കെ എത്ര മീറ്റർ? പീസ് 300. എത്ര അതിന്റെ സൈസ്? എത്ര? 2.25 മീറ്റർ 44 വീതി. ജുബ്ബ, കുർത്ത, ചുരിദാർ ടോപ്പ് അതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മുണ്ടൊക്കെ ആണെങ്കിലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കെല്ലാം 150, 200, 250, 300. ഇഴയ്ക്ക് കട്ടി കൂടുന്നതിനനുസരിച്ച് അതിന്റെ വിലയും കൂടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം 150 രൂപയുള്ളൂ വില. കൊള്ളാം അല്ലേ? ഫിഷറീസ് വകുപ്പ് കണ്ടില്ലേ, ഫിഷറീസ് വകുപ്പിനകത്ത് ഫിഷ് ടാങ്കിൽ കരിമീൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കരിമീൻ ഫിഷ് ടാങ്കിൽ കിടക്കുന്നത് കാണുന്നത്. കൊള്ളാം അല്ലേ? സത്യത്തിൽ ഫിഷ് ടാങ്കിൽ കണ്ടപ്പോൾ മറ്റുള്ള അക്വേറിയം മീനുകളെക്കാൾ ഭംഗിയുണ്ട് നമ്മുടെ കരിമീൻ. ഇതാ ഞണ്ട് ജീവനുള്ളതാണ്, കൈയും കാലൊക്കെ അനങ്ങുന്നുണ്ട്. ഇവിടെയായിട്ട് കണ്ടില്ലേ, കായലിലെല്ലാം മത്സ്യകൃഷി ചെയ്യുന്നൊരു മാതൃകയാണിത്. നമ്മൾ കണ്ടിട്ടില്ലേ കായലിലെല്ലാം ഇതേപോലെ ചെറിയ സ്ക്വയർ കെട്ടിയിട്ട് വലയെല്ലാം കെട്ടി ചെയ്തിരിക്കുന്നത്. ആ ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. ഈ ഭക്ഷണത്തിന് ആവശ്യമല്ലാത്ത മീനുകളും ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, കളർ മീനുകൾ, അക്വേറിയം മീനുകളും ഉണ്ട്. എന്തായാലും അതിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ദയവ് നോക്കേ, സാധാരണ ഒരു മെറ്റൽ വെച്ച് ചെയ്തിരിക്കുന്നതായിരിക്കും കാണുന്നത്, പക്ഷേ ഇത് മുള വെച്ച് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ മുളയ്ക്ക് സൗണ്ട് കുറവാണ്, മെറ്റലിൽ കുറച്ചുകൂടെ സൗണ്ട് കിട്ടും. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. റിസോർട്ടുകളൊക്കെ തുടങ്ങുന്നവരുണ്ടല്ലോ, അവർക്കെല്ലാം ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ആ റിസോർട്ടിനൊരു നാടൻ വൈബ് ഫീൽ ചെയ്യും. അങ്ങനെ ഓരോരോ സ്റ്റാളുകളുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഓരോരോ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. അവിടെ പലതരം കച്ചവടങ്ങളും കാണാം. ഇവിടെയായിട്ട് അച്ചാറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ്. അലുവയും എല്ലാം ഉണ്ട്. 150 രൂപയാണ് 1/2 കിലോ അലുവയുടെ വില. ചക്ക അലുവയാണ്, ചക്ക അലുവ കൊള്ളാലോ. ചക്ക ചിപ്സ് ഉണ്ട്, എല്ലാത്തരം ചക്ക വെച്ചുള്ള ഐറ്റംസ് ഒക്കെയാണ്. തക്കാളിപ്പൊടി എന്താ സംഭവം? ഇത് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കുന്ന അങ്ങനെയാണോ, അതോ കറിയിൽ ചേർക്കുന്നതോ? ഓ ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് തക്കാളിപ്പൊടി യൂസ് ചെയ്യാം. അത് കൊള്ളാം. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം അതേപോലെയുള്ള സ്റ്റാളുകൾ ഒരുപാടുണ്ട്, വരിയായിട്ടുണ്ട്. നമ്മൾ എല്ലാ സ്റ്റാളിലും ഒന്നും കയറുന്നില്ല, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണട്ടെ, അതിൽ നമുക്ക് കയറാം. ഇതാ ഈ ചെരുപ്പ് നോക്കേ, ഇത് കൊള്ളാലോ, മഴയത്ത് ഇടാൻ പറ്റാത്ത ചെരുപ്പ്. ആയൂർ, ഇത് ആയുർവേദം. ആയൂരാട്ടോ, അല്ല നമ്മുടെ കൊല്ലത്തെ ആയൂരല്ല. ഈ ചെരുപ്പിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉപ്പൂറ്റി വേദന, പെരുപ്പ്, ഡയബറ്റിക്ക് സംബന്ധിച്ച് വരുന്നത്, ഷുഗറിനെ സംബന്ധിച്ച് വാദം, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്ന അത്രത്തോളം ശരീരത്തിന് കംഫർട്ട് ആകും. നമ്മുടെ നടത്തേക്കും നമ്മുടെ കാലിൻ്റെ പെരുപ്പിനും ഒക്കെ ഒരുപാട് വേദനകൾ മാറും. ഇത് വെള്ളം നനയ്ക്കാൻ പറ്റത്തില്ല. വെള്ളം നനച്ചാൽ ഈ മരുന്ന് പോയാൽ കാലിന് നമുക്ക് എഫക്റ്റ് കിട്ടത്തില്ല. ഈ ഒരുപാട് നമ്മൾ 10 മാസം വരെയാണ് നമ്മളിത് പറയുന്നത്. ഇതിന് നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഇത് കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചിട്ട് യൂട്യൂബിൽ കൊടുത്താൽ വെള്ളം ഒട്ടും തൊടാതിരിക്കുകയാണെങ്കിൽ 10 മാസം വരെ യൂസ് ചെയ്യാം. വീട്ടിനകത്ത് യൂസ് ചെയ്യാം, പുറത്തിട്ടുകൊണ്ട് പോകാൻ നമ്മൾ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ കേട്ടോ. വിയർപ്പ് പ്രശ്നമില്ല. അത് ഞങ്ങൾ പ്രത്യേകം കസ്റ്റമറിനോട് പറയുന്നുണ്ട്, വാടിക്കാൻ വരുന്നവരോടും ഞങ്ങൾ പറയുന്നുണ്ട്. യാതൊരു വെച്ചാലും വെള്ളം നനയാൻ പാടില്ല. വീട്ടിലിടുന്നതിന് യാതൊരു പ്രശ്നമില്ല, വിയർപ്പിന് ഒരു പ്രശ്നമില്ല. മാക്സിമം ഒരു 2-3 മണിക്കൂർ ഇത് യൂസ് ചെയ്യുക. യൂസ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ കാലിൻ്റെ വേദന, നീരുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് അകറ്റി ആ വേദന കുറവായി കിട്ടും. നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് 65%, 450, 480, 500. ഇവിടെയായിട്ട് സ്നാക്സ് ബോട്ടിലുകൾ, ചെറിയ ചെറിയ ബോട്ടിലുകളിൽ സ്നാക്സ് വെച്ചിരിക്കുവാണ്. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സ്നാക്സ് തീർന്നാലും നമുക്ക് ഈ കുപ്പിയിൽ വേറെ എന്തെങ്കിലും ഇട്ട് വെക്കാമല്ലോ വീട്ടിലെ. അമ്മമാർക്കെല്ലാം ഇഷ്ടപ്പെടും.
പഞ്ചസാരയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇതിൻ്റെ വില എത്രയാണ്? 110 രൂപയാണ് ഈ മധുരസേവയുടെ വില. അങ്ങനെ ഓരോന്നിനും ഓരോ വിലകൾ അതിൽ കാണിച്ചിട്ടുണ്ട്. മിച്ചറിന് വിലക്കുറവായിരിക്കാം. സാധാരണ മിച്ചറിന് നമുക്ക് പുറത്തും വിലക്കുറവാണല്ലോ. മിച്ചറിന് 100 രൂപ. അങ്ങനെ ഓരോരോ വിലകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോഴിവിടെ കൊടുക്കുന്നത് 20% ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന വിലയേക്കാൾ 20% കുറയും. ഇത് കൊള്ളാലോ, ചിരട്ടയിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അകത്ത് കളർ ലൈറ്റ് ഇട്ടിട്ടേ നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു, പക്ഷേ നല്ല ഭംഗിയുണ്ട്. 250 രൂപ ഇതിന്. ഈ കാണുന്നതിന് 350 രൂപ. എന്തായാലും അത്രയും വർക്കുണ്ട്. ചിരട്ടയിൽ അത്രയും ചെയ്തെടുക്കുന്നത് മെനക്കേടാണ്. ചിരട്ട തവികളും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കാണാം. ഇവിടെ വന്നപ്പോൾ വലിയ വലിയ ട്രോഫികളെല്ലാം വെച്ചിട്ടുണ്ട്. ശിവാസ് ട്രോഫീസ്. എന്തായാലും കൊള്ളാല്ലേ, നല്ല ഹൈറ്റുള്ള ട്രോഫിയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. ആൾക്കാർ നിൽക്കുമ്പോഴേ കണ്ടില്ലേ, അത്രയും വലിപ്പമുള്ള ട്രോഫിയാണ്. ഏകദേശം ഒരു 5 അടി ഉയരമുണ്ട്. പലതരം ട്രോഫികൾ. കുറച്ച് വാങ്ങി വീട്ടിൽ വെക്കാറുണ്ടല്ലേ. അങ്ങനെ ഇവിടെ സ്റ്റാളിൽ നിന്ന് ഒരു ബ്രോയുടെ കയ്യിലെ നഖം കണ്ട് ഞാൻ ഞെട്ടി. ഇതാ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇത് ക്യൂടെക്സ് അടിക്കണമെങ്കിൽ കുറേ വേണമല്ലോ. 2 പാക്കറ്റെങ്കിലും വേണമല്ലോ. 2 വർഷമായിട്ട് ബ്രോ വളർത്തുവാണ്. പേരെന്താ ബ്രോ? പ്രണവ്. എന്നാലും കൊള്ളാല്ലേ. ഈ സ്റ്റാള് കൊള്ളാലോ, വെറൈറ്റി ആയിട്ടുണ്ട്. ജയിൽ ഉൽപ്പന്ന പ്രദർശന വിപണന കേന്ദ്രം. ജയിൽ ഉൽപ്പന്നമാണോ? ജയിലിലെ പ്രതികൾ ഉണ്ടാക്കിയതല്ലേ? അത് കൊള്ളാലോ. എല്ലാം കഴിവുള്ളവരാണല്ലോ അകത്ത് കിടക്കുന്നത് അല്ലേ. ഇതെല്ലാം ജയിലിലെ പ്രതികൾ ചെയ്തിരിക്കുന്നതാണ്. സ്റ്റൂളൊക്കെ ഉണ്ട്. സ്റ്റൂള്, ചെറിയ കസേര, പുതപ്പും സോപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ജയിലിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. അവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. കണ്ടില്ലേ, പുതപ്പും തോർത്തും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഈ പുതപ്പിന് എത്ര രൂപ? 719 രൂപയാണ്. 712 രൂപയാണ് പുതപ്പിന്റെ വില. അതെ, നല്ല കട്ടിയുണ്ട്. ഇത് പായ്ക്ക് പകരമായിട്ട് കൊടുക്കുന്നതാണ്. പുതപ്പും ആവും പായും ആവും. ഓക്കെ, രണ്ടും കൂടെ ചേർന്നൊരു സംഗതിയാണ്. ഇത് ഷീറ്റാണ്, ബെഡ്ഷീറ്റാണ്. 512 രൂപ. തോർത്ത് ഇതാണ്. മുണ്ട് ദൈ കാണുന്നതാണ്. എന്തായാലും കൊള്ളാല്ലേ. ഈ കാണുന്നത് ജയിലിൽ നിർമ്മിക്കുന്ന സോപ്പുകളാണ്. കെമിക്കലൊന്നും ആഡ് ചെയ്യാത്ത സോപ്പാണ്. ഇതെത്രയാണ് ഒരെണ്ണം വില? 15 രൂപയേ ഉള്ളൂ. ഞാൻ മണത്ത് നോക്കി, ലൈബോയുടെ കണക്കത്തൊരു മണമാണ്. എന്തായാലും കൊള്ളാം. ജയിലിലെ പ്രതികൾ കുളിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സോപ്പിലാണ്. കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ കാണുന്നതെല്ലാം വനിതാ തടവുകാർ ചെയ്യുന്നതാണ്. വനിതാ ജയിലിലെ തടവുകാർ ചെയ്യുന്ന ഡ്രസ്സൊക്കെയാണ്. നൈറ്റിയും ചുരിദാറും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചുരിദാർ ടോപ്പൊക്കെ ഉണ്ടോ? ചുരിദാർ ടോപ്പെല്ലാം ഉണ്ട്. 375 രൂപയാണ് വില. 100 രൂപയുടെ ചെറിയ ഫ്രോക്കെല്ലാം ഉണ്ട്. വരച്ചിരിക്കുന്നതെല്ലാം അവർ വരച്ചാണെന്നാണ് പറയുന്നത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്, നല്ലതുപോലെ വരച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ബുക്കിൻ്റെ സെക്ഷനാണ്. ബുക്കിൻ്റെയും നോവലുകളും അല്ലാത്ത ബുക്കുകളും എല്ലാം ഉണ്ട്. ആ ഒരു ബുക്കിൻ്റെ സ്റ്റാൾ കുറച്ച് വിപുലമായിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട്. നമ്മൾ കുറേ പേരുടെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഈ ഒരു ബുക്ക് അവർ വായിക്കുന്നതൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് വെറുതെ കയ്യിലെടുത്ത് ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കാം. ഷോ, വെറും ഷോ. തേൻ, കാട്ടുതേൻ, ഫോറസ്റ്റ് ഹണി, ചെറുതേൻ. തേനുകൾ പലതരമുണ്ട്. ചെറുതേനാണ് ഏറ്റവും കൂടിയത്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് ചെറുതേൻ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൂക്കളിൽ നിന്നെല്ലാം ശേഖരിക്കുന്ന തേനുകൾ, അതായത് തേനീച്ചകൾ ശേഖരിക്കുന്ന തേനുകളാണ്. അത് എടുക്കുന്നതാണ് ഈ ചെറുതേൻ. കാട്ടുതേൻ എന്ന് പറയുമ്പോൾ കാട്ടിലെ മരങ്ങളിൽ നിന്നുള്ള ആ ഒരു പൂക്കളിൽ നിന്നും എല്ലാം എടുക്കുന്ന തേനുകൾ. ഗുണനിലവാരം കൂടുതലും ചെറുതേനാണ്. കാട്ടുതേൻ അതിനുശേഷം ഉള്ളതാണ് നാടൻ തേൻ. പക്ഷെ നമ്മൾ ഈ നാടൻ തേൻ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും നാടൻ തേനാണ് ഏറ്റവും കൂടിയതെന്ന്. പക്ഷെ അങ്ങനല്ല, ചെറുതേനാണ് ഏറ്റവും കൂടിയത്. അപ്പോൾ ഏറ്റവും കൂടിയതിൻ്റെ വില നമുക്ക് നോക്കാം. 500 ഗ്രാം 1100 രൂപയാണ്. കാട്ടുതേൻ 1 കിലോ 650 രൂപയാണ്. നാടൻ തേൻ 1 കിലോ 400 രൂപയാണ്. അപ്പോൾ ഇനി മനസ്സിലാക്കുക, നാടൻ തേനാണ് ഏറ്റവും കുറഞ്ഞത്. ചെറുതേൻ, അപ്പോൾ ഒറിജിനൽ ചെറുതേൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൊള്ളാം, അടിപൊളി.
ഈ ബ്രെഡിൻ്റെയും ജാമിൻ്റെയും കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ തേച്ച് കഴിക്കാം അല്ലേ? ഓ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് ചെറുതേനാണെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് ഫോറസ്റ്റ് തേൻ, കാട്ടുതേൻ. കാട്ടുതേൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെവിടെ അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 തുള്ളി തേൻ ടേസ്റ്റ് ചെയ്തതിന് നമുക്കൊരു നന്ദി വേണമല്ലോ. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എന്തോ കാറ്റാടി കഴിയോ. മന്തിക്കകത്തെല്ലാം കിടന്ന് കിട്ടുന്നൊരു പീസ് ഉണ്ടല്ലോ, ചെറിയ പീസ്, മസാലയ്ക്കെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്തായാലും നല്ല മണമുണ്ട്. അതേപോലെ പലതരം സുഗന്ധദ്രവ്യങ്ങളും അങ്ങനത്തെ പലതരം സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, ഇറച്ചിക്കറിയുടെ മണം. ഇവിടെ ആയിട്ട് പലതരം അലുവകൾ. പേരക്ക അലുവ അല്ലേ? പേരക്കലുവ, ചക്കലുവ, മിൽക്ക്, തെങ്ങിൻപൂക്കല, ഇളനീര്, പാലക്കാടൻ പനങ്കരിപ്പട്ടി, മുളേരിയുടെ അലുവ, ക്യാരറ്റ്, മുന്തിരി, അങ്ങനെ പലതരം അലുവകൾ. എല്ലാത്തിനും ഒരു വില തന്നെയാണോ അതോ ഒറ്റ വില? കിലോ അരിമാവുണ്ടാവും. അരക്കിലോ വരുന്നത് 250. അര കിലോ 250 രൂപയാണ് എല്ലാ അലുവകളുടെയും വില. എന്തായാലും കൊള്ളാം. ഇത് പാലക്കാടൻ പനങ്കരിപ്പട്ടി, പാലക്കാടൻ പനം കരിപ്പട്ടി എന്ന് പറഞ്ഞൊരു അലുവയാണിത്. അരിമാവിൽ ഉണ്ടാക്കുന്നതല്ലേ? അലുവകളൊക്കെ ഉണ്ടാക്കാം. കൊള്ളാം. ഇത് എങ്ങനെയാ വില? എങ്ങനെയാ ഇത്? അരക്കിലോ വരുന്നത് 250. അര കിലോ 250. അപ്പോൾ കാക്കിലോ ആകുമ്പോൾ എത്ര? 125. ഒരു കാക്കിലോ എടുത്തോ. എന്തായാലും അത് കൊള്ളാം. പാലക്കാടൻ പനം കരിപ്പട്ടി, പാലക്കാടൻ പനം കരിപ്പട്ടി എന്ന് പറഞ്ഞ അലുവ ഞാൻ 1/4 കിലോ വാങ്ങുവാണ്. ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, 200 രൂപയ്ക്ക് എടുത്തോ. 200 രൂപയ്ക്ക് ഞാൻ അലുവ വാങ്ങിയിട്ടുണ്ട്. ബ്രോയുടെ പേര്? ജിഷ്ണു. എവിടെ സ്ഥലം? മലപ്പുറത്തല്ലേ? മലപ്പുറംകാരനാണ്. ഇവിടെ ആയിട്ട് പലതരം സ്നാക്സുകൾ, അപ്പളം എന്നൊക്കെ പറയുമല്ലോ, പപ്പടത്തിൻ്റെ വേറൊരു ഐറ്റമാണ്. ഇവിടെ ആയിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊരിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? കൊള്ളാം. അങ്ങനെ ഓരോരോ സംഗതികളുണ്ട്. ഇതെവിടെ ആയിട്ട് കൂളിംഗ് ഗ്ലാസിൻ്റെ എല്ലാം സെക്ഷനാണ്. നമ്മൾ സാധാരണ ഒരു ഉത്സവത്തിനെല്ലാം പോകുമ്പോൾ കാണുന്ന അതേപോലത്തെ ഐറ്റംസ് ഒക്കെയാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇത് ഈ കണ്ടില്ലേ, ഇത് ഒരുതരം ചെടിച്ചട്ടിയാണ്. എന്ന് വെച്ചാൽ മണ്ണ് വെച്ച് ചെയ്തിരിക്കുന്നതല്ല, ഇത് ചകിരിച്ചോറ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. തെങ്ങിൻ്റെ ഓ, ഇത് കയറും ചകിരിച്ചോറും വെച്ച് ചെയ്തിരിക്കുന്നതാണ്. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എത്ര അതിൻ്റെ വില പറയണം? 35. തൂക്കിയിട്ടും വെക്കാം, അല്ലാതെ താഴെയും വെക്കാം. ഇത് കണ്ടില്ലേ, ഇൻഡോർ പ്ലാന്റിലെല്ലാം വെക്കുന്ന പോലത്തെ ആ ഒരു ചട്ടിയാണിത്. ഓ, ഹാങ് ചെയ്തിടാം. അതെ, മതിലെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടില്ലേ, അതാണ് അതിൻ്റെ പർപ്പസ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എത്ര വില? 27. സാധാരണ ഈ കരകൗശല വസ്തുക്കൾക്കെല്ലാം കുറച്ച് വില കൂടാനാണ് സാധ്യത, പക്ഷേ ഇത് വിലക്കുറവാണ്. എന്ന് വെച്ചാൽ വലിയ അറപ്പില്ല. ഇതെന്തോ സഞ്ചികൾ. സൂപ്പർ മാർക്കറ്റും പിന്നെ അല്ലാതെ തുണിക്കടകളിലെല്ലാം പോകുമ്പോൾ ഇപ്പോഴും ഇതേപോലത്തെ സഞ്ചിയല്ലേ തരുന്നത്, അവരുടെ ബ്രാൻഡിൻ്റെ പേരുള്ള സഞ്ചികൾ. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഓരോ ഡിസൈനുകൾ. കണ്ടില്ലേ, ഓരോന്നിനും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ്. ഇതെത്ര വില? ഓ, ഇത് 5 രൂപയും ഈ കാണുന്നത് 10 രൂപയും അല്ല? ഓ, അങ്ങനെ അങ്ങനെ പല പല വിലക്കുള്ളതുണ്ട്. 7 രൂപ, അത് 5 രൂപ. ഓ, അങ്ങനെ പല പല വിലക്കുള്ളതുണ്ട്. ഇത് 15 രൂപ. അങ്ങനെ 15 രൂപയുടെ അല്ലേ ഈ കാണുന്നതല്ല? ഓ, ഈ കാണുന്നത് 15 രൂപയാണ്. അത് കൊള്ളാലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ്, അതായത് ഷോപ്പുകൾക്കല്ല. ഓ, ചെയ്തത് കുറച്ച് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാമല്ലേ. ഇത് ഇവിടെ ആയിട്ട് കൊന്തകളും മാലകളും എല്ലാം കാണിച്ചിട്ടുണ്ട്. 15 രൂപ, 30 രൂപ, 25 രൂപ, അങ്ങനെ പല പല വിലക്കുണ്ട്. ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള കൊന്തകളെല്ലാം ഉണ്ട്.
50 രൂപ, 40 രൂപ, അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. ഇവിടെയായിട്ട് നാടൻ അച്ചാറുകൾ, ഇഞ്ചി, ചെമ്മീൻ ചമ്മന്തി, അങ്ങനത്തെ പലതരം അച്ചാറുകളുണ്ട്. 100 രൂപ, 90 രൂപ, എല്ലാത്തിലും അതിൻ്റെ വിലയെല്ലാം കാണിച്ചിട്ടുണ്ട്. ക്ഷമ ഓൾഡ് ഏജ് ഹോം അവരാണിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ മുള്ളുവിള കൈത്തറി എന്ന് കാണിച്ചിട്ടുണ്ട്. കൈത്തറിയുടെ ഒരു സെക്ഷനാണ്. ഒരമ്മ ഇവിടെ കൈത്തറിയുടെ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു അമ്മ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്, ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ പാട്ടിട്ടിട്ടുണ്ട്. ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് കണ്ടാൽ. എന്തായാലും കൊള്ളാം അല്ലേ. സിംഗിൾ മുണ്ടാണ് ചെയ്യുന്നത്. കൊള്ളാം അല്ലേ. അജിത. അങ്ങനെ നമ്മൾ ഇനി അടുത്തത് കയറുന്നത് ഫുഡിന്റെ സെക്ഷനിലേക്കാണ്, ഫുഡ് കോർട്ടിലേക്കാണ് കയറുന്നത്. ഇവിടെയായിട്ട് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളിലെയും ഫുഡുകൾ ഇവിടെ ലഭ്യമാണ്. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഫുള്ളിന് 200 രൂപയും ഹാഫിന് 150 രൂപയും. ഓക്കെ, നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ഇരിപ്പുണ്ട്. സവാളയൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. ബീഫ് കറി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെയായിട്ട് ചിക്കൻ കറിയും ഉണ്ട്. ഈ വെച്ചിരിക്കുന്നത് കല്ലുമ്മേക്കായാണ്, കല്ലുമ്മേക്കായ. അതിന് 40 രൂപയാണ് വില. അങ്ങനെ നമ്മൾ അകത്തെ പരിപാടിയെല്ലാം കണ്ടിട്ട് അകത്തൂടെ എല്ലാം കറങ്ങി നടന്നിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. നല്ല പരിപാടിയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം പൈസ വാങ്ങുന്നില്ല എന്നുള്ളതാണ്, ഫ്രീ ആണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ എക്സിബിഷനിലൊക്കെ വരുമ്പോൾ 100 രൂപയെല്ലാം കൊടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ട് വെറുതെ ആയിപ്പോയതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. കാര്യം നമുക്ക് ഫ്രീ അല്ലേ. ഒരുപാട് ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങളെല്ലാം അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം നല്ല തിരക്കുമുണ്ട്. എന്ന് വെച്ചാൽ ഈ എന്താ പറയുന്ന പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതൊന്നും കൃത്യമായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ലഹരിയുടെ ക്യാമ്പയിനുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ കാണുമല്ലോ, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഈ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലഹരി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപദേശിച്ചാൽ എങ്ങനെ മാറും ആൾക്കാർ? സ്വയമേ തോന്നണ്ടേ. പക്ഷെ ഇവിടെ ആൾക്കാർ നിന്ന് ഉപദേശിക്കുന്നതും സാധാരണ ആൾക്കാരെയാണ്. എന്ന് വെച്ചാൽ കഞ്ചാവ് അങ്ങനത്തെ ലഹരികളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നവരൊന്നും അല്ലല്ലോ. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെയാണ് ഓരോ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. എന്നിട്ട് അവരെ കൊണ്ട് പറയിക്കുന്നുണ്ട് ലഹരി വേണ്ടേ വേണ്ട അങ്ങനെയൊക്കെ പറയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഉപദേശിച്ച് നന്നായി കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗങ്ങൾ കുറയുമെന്ന്. സ്വയമേ തോന്നി കുറഞ്ഞെങ്കിലേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴെന്തായാലും നമ്മൾ അകത്തെല്ലാം കയറി കറങ്ങിയതിൻ്റെ കുഞ്ഞൊരു വീഡിയോ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.